ഹലോ ഗഡീസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തേ കോരിരുട്ടത്താണ് എൻ്റെ ജോലി കേട്ടോ. പുറത്തേക്ക് നോക്കി നിങ്ങൾ ഭയങ്കര ഇരുട്ടാണല്ലേ. 4 മണി ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, അധികം ജോലി ഉണ്ടെങ്കിലും കുറവ് ജോലിയാണെങ്കിലും എനിക്ക് 4 മണിക്ക് എണീറ്റാലേ ഒരു സുഖമുള്ളൂ കേട്ടോ. പിന്നെ മീൻകറി വെച്ചിട്ട് രാവിലെ ശരത്തേട്ടനെ ഓഫീസിലേക്ക് പറഞ്ഞയക്കണം. അപ്പോൾ അത് കാരണം കൊണ്ട് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ കൂടി ചതച്ചു, പച്ചമുളക് ഇട്ടു, നല്ല പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതിട്ടു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ വക പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും ഒക്കെ കൂട്ടിയിട്ട് ഞാൻ നന്നായിട്ട് അതിനെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ചു കേട്ടോ. ഒരു 5 മിനിറ്റ് അത് ഇരുന്ന് നല്ല ഒരു സ്മെല്ല് വരും കേട്ടോ. ഈ ഒരു സമയത്ത് 5 മിനിറ്റൊക്കെ ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ തലേ ദിവസം മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് മീനൊക്കെ ക്ലീൻ ചെയ്ത് മേടിച്ച് വെറുതെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം തേങ്ങ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ തലേ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും രാവിലെ എണീറ്റ് നടക്കണ കാര്യമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തേങ്ങ തിരുമ്മിയതൊക്കെ അതിലേക്ക് ആവശ്യത്തിന് എടുത്ത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സി അങ്ങ് അടിക്കാനായിട്ട് കൊണ്ടുവച്ചു. ആദ്യത്തെ അടി കഴിഞ്ഞ് ഒന്ന് നോക്കി ഇച്ചിരി കൂടി വെള്ളമൊക്കെ ആഡ് ചെയ്ത് പിന്നെ അങ്ങ് അടിച്ചപ്പോൾ സൈഡിലത്തെ ആ ഒരു ക്ലിപ്പ് ഇടാനായിട്ട് വിട്ടുപോയി. അതങ്ങ് ആകെ തെറിച്ച് കാലത്തെ തന്നെ എനിക്കൊരു പണിയായിരുന്നു. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി പണിക്ക് ഇരുന്നത്. പിന്നെ ഇച്ചിരി പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കുടംപുളി, അതിലേക്ക് ചേർത്തു. പിന്നെ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി, തേങ്ങാപ്പാൽ വെച്ചിട്ട് നമ്മുടെ ചാള അഥവാ മത്തി ചെയ്യണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സെയിം ടൈപ്പ് കണ്ടൻറ്റാണ്, പുതിയതായിട്ടൊന്നും ഇല്ലേ എന്നുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറയുന്നതേ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി വ്ളോഗ്സ് അല്ലേ. ഡെയിലി എൻ്റെ ജീവിതത്തിൽ എന്താണോ ഉണ്ടാകുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഡെയിലി വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ ആ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം എന്താണോ ഉണ്ടായത് അതാണ് കാണിക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മിക്സിമ പിന്നെയും എന്തൊക്കെയോ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ രണ്ടാമത് വീണ്ടും ആ വയറിങ് കാര്യങ്ങളൊക്കെ തുടച്ചു. മിക്സി ഇങ്ങോട്ടേക്ക് മാറ്റിയപ്പോഴാണ് അതിൻ്റെ കീഴഭാഗത്തും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലീൻ ചെയ്ത് അങ്ങ് വൃത്തിയാക്കി. പിന്നീട്ടത്തേക്ക് എടുത്ത് വെച്ചാലേ പിന്നെ അത് ചിലപ്പം പറ്റിപ്പിടിച്ച് കൂടുതൽ വൃത്തികേടും. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് 2ാം പാലും 3ാം പാലൊക്കെയാണ് കേട്ടോ ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ 2-3 പാലൊക്കെ എടുക്കാൻ നമുക്ക് ചാറിനനുസരിച്ചൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. പച്ചവെള്ളത്തിന് പകരം തേങ്ങ പിഴിഞ്ഞ് 1ാം പാൽ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് വീണ്ടും അടിച്ച് 2ാം പാലും 3ാം പാലൊക്കെ എടുത്ത് അങ്ങ് നീട്ടിയെടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു പാലിൽ കിടന്ന് നമ്മുടെ മീൻ വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇത് തൃശ്ശൂർ ഭാഗത്താണ് കൂടുതൽ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളും. നിങ്ങളിത് കണ്ടിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ്. അടുത്ത പ്രാവശ്യം മീൻകറി വയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു 6-7 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മാക്സിമം അത്ര എല്ലാ മീനും കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഒറ്റ തളയും കൂടി വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കറി റെഡി. അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമുക്കങ്ങ് കാച്ചി ഒഴിക്കണ ഒരു ചുമതല മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെയും ഉപയോഗിക്കാം. വേണമെങ്കിൽ 2 മണി ഉലുവ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിലേക്ക് അതൊന്ന് താളിച്ചിട്ട് ഒഴിക്കാം. ഷോർട്സ് ഇടുന്ന കാരണം കൊണ്ടേ ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്യണതൊക്കെ അത് അങ്ങനെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഇന്ന് പഴം പുഴുങ്ങിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ തീർന്നു. കുറച്ച് നാളായിട്ട് 1.5 ആടാണ് ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. കാരണം ഈ തണുപ്പ് കൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അത് കാരണം കൊണ്ട് നോക്കി കണ്ടൊക്കെ വെള്ളം ഒഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ
കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഞാൻ 100% ഒരു മനുഷ്യനെയും കണ്ണടച്ച് വിശ്വസിക്കാറില്ല. നമുക്കുണ്ടാകുന്ന ചില എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ചില തിക്താനുഭവങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന തീരുമാനമാണ് കേട്ടോ അത്. അങ്ങനെ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അതിപ്പോൾ എല്ലാ കാര്യവും എനിക്ക് നിങ്ങളോട് വന്ന് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അത് പലരെയും വേദനിപ്പിക്കും. അത് കാരണം കൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ പഠിച്ച പാഠങ്ങളിലൊന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് നമ്മളെ ഒഴിച്ച് വേറൊരു മനുഷ്യനെയും, അതിപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കും, നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കും, നമ്മുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മക്കളായിരിക്കാം, ഒരു മനുഷ്യനെ പോലും 100% നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് സത്യമാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹമായിട്ടിരിക്കുക, പക്ഷേ 100% ആരും വിശ്വസിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാനും സ്വയം ദുഃഖത്തിൽ ആഴ്ത്താതിരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ അനുഭവത്തിൽ വന്നിട്ടില്ലാത്തവരുണ്ടായിരിക്കും, പക്ഷേ നാളെ നിങ്ങൾക്കും വന്നേക്കാം. അതുകൊണ്ട് അന്നേരം ദുഃഖത്തിൽ ആഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ചിന്തിച്ച് നോക്കിയിട്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം മൊറോയിച്ചിട്ടുണ്ടായിരുന്ന തൈരാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലത്തിന് ശേഷം തൈര് ഉണ്ടാക്കിയതാണ്. നല്ല കട്ട തൈര് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് തൈര് ഉണ്ടാക്കാം. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഹായ്, അപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ട്രിപ്പൊക്കെ പോയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6 ദിവസത്തോളം നമ്മളിങ്ങനെ യാത്രയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വെയിൽ കൊണ്ടിട്ടുണ്ട്, നല്ലപോലെ ടാനും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസും കഴുത്തും ഒക്കെ കാണുമ്പോഴേ മനസ്സിലാവും. എൻ്റെ കഴുത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ടാൻ വരുന്നത് കേട്ടോ. കഴുത്ത് എൻ്റെ പെട്ടെന്ന് ഇങ്ങനെ കറുത്തു പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോർമോണൽ ഇഷ്യൂ ഉള്ള ആളാണ് ഓൾറെഡി. അപ്പോൾ അതിന് ഞാൻ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം കഴുത്തായിരിക്കും എൻ്റെ കറുക്കുന്നത് കേട്ടോ. ഞാൻ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കഴുത്തെല്ലാം കറുത്ത് ഞാൻ ആകെ ഡള്ളായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ, അതായത് പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ കളർ എൻ്റെ ഡിമ്മായിട്ട് വരാൻ തുടങ്ങിയത്. അതുവരെ അത്യാവശ്യം കളറ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദാറ്റ്സ് ഓക്കെ, നാച്ചുറലാണ്. ചിലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിന്ന് വരും. പിന്നെ അത് റിക്കവറായി പതുക്കെ പതുക്കെ മാറി കിട്ടും. പിന്നെ നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ടാൻ അടിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എൻ്റെ തലമുടി നിങ്ങൾ നോക്കണ്ട, ഞാൻ തലയിൽ സ്പാ ചെയ്തിട്ടിരിക്കുകയാണ്. സ്പാ ഇട്ടിട്ടുണ്ട് കേട്ടോ തലയിൽ. ഞാൻ മുന്നേ എപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലപോലെ ഇങ്ങനെ ടാനായിട്ട് ഇരിക്കുമ്പോൾ അത് കാണിച്ചു തന്നിട്ടല്ലേ, അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇത് കൊള്ളാലോ എന്ന് തോന്നുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എന്നോട് ചോദിച്ച സ്ഥിതിക്ക് ഞാനത് പറഞ്ഞു തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് നല്ലോണം നോക്കിക്കോ, നല്ലപോലെ ഡള്ളായിട്ടുണ്ട്. ഫേസിൽ ചെറിയ ചെറിയ കുരുക്കൾ ഇതൊക്കെ വന്നിട്ടുണ്ട്. കഴുത്തെല്ലാം ഇങ്ങനെ ഓക്കെ, കഴുത്തെല്ലാം കറുത്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ നല്ലോണം കഴുത്തിൻ്റെ ഭാഗമൊക്കെ കറുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോഡി ഒരു കളറ്, ഈ കഴുത്തിൻ്റെ മേപ്പോട്ടേക്ക് ഒരു കളറ്, കൈകളാണെങ്കിലും നോക്കിക്കോ, കൈക്കാണെങ്കിലും നല്ല പോലെ ഇങ്ങനെ ടാനായിട്ടുണ്ട് കേട്ടോ. കൈയും കാലും എല്ലാം ടാനായിട്ടുണ്ട്, എല്ലാ ഭാഗവും ടാനായിട്ടുണ്ട്. കഴുത്ത് വെയിൽ എവിടെയൊക്കെ കൊണ്ടുണ്ട് അവിടെയൊക്കെ ടാനും ആയിട്ടുണ്ട്. കൈയൊക്കെ നല്ലോണം കറുത്തു പോയി. അപ്പം ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പാക്ക് കൈക്കും കാലിനും മുഖത്തും, കാലൊക്കെ ഞാൻ തെളിവിന് വേണ്ടിയിട്ട് ആ വീഡിയോയിൽ എൻ്റെ കാലിൻ്റെ ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ഡള്ളാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അത്രയും വെയിൽ ഞാൻ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം 8 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 8-10 ദിവസം ആവാറായി. എന്ന് വെച്ചാൽ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് തുടങ്ങുന്നത്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം സ്കിൻ കെയറിന് നിൽക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്യണം ഈ ടാൻ റിമൂവ് ആവുകയാണെങ്കിൽ. പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ലാത്ത കാരണമാണ് ഞാൻ തുടങ്ങി വെച്ചില്ല. അപ്പം ഞാൻ തുടങ്ങുന്നത് ലേറ്റ് ആയിട്ടാണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ടാനൊക്കെ ആയിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ അപ്പം തന്നെ നമ്മൾ വെയിൽ കൊണ്ടുവന്ന് സ്പോട്ടിൽ ഇത് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. പെട്ടെന്ന് ടാനൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് വരും. പക്ഷേ നമ്മൾ ഒരുപാട് ദിവസം ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടാൻ പോവില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിന് പോവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പതുക്കെ ഇനി കുറച്ച് ദിവസം കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് പതുക്കെ മാറുന്നത് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ
എങ്ങനെയാണോ ഇപ്പോൾ ഇരിക്കുന്നത് അങ്ങനെയാണ് കാണിച്ചു തരുന്നത്. നിറച്ച് തരുതരുന്നതിന് മുഖത്ത് കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്, ആകെ ഡള്ളായി വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമുക്ക് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും പോയി കാണാനൊന്നും പറ്റില്ല. അയ്യോ ഞാൻ കറുക്കും എന്നൊന്നും പറഞ്ഞിട്ട് വീട്ടിൽ കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. നമ്മൾ പോകുമ്പോൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടാൻ ഒരുപാട് വരാണ്ടിരിക്കാൻ. അത് കുറച്ചൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഒരു വിധമൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നട്ടപ്പുറ വെയിലത്ത് നമ്മൾ റീഅപ്ലൈ ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. വൺസ് നമ്മൾ കാലത്ത് ഇറങ്ങുമ്പോൾ അപ്ലൈ ചെയ്തു എന്നല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്താലാണ് നല്ല എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ തുടക്കത്തിൽ അതായത് ഇറങ്ങുമ്പോൾ അങ്ങ് തേക്കും എന്നല്ലാണ്ട് വഴിയിൽ കിടന്ന് സൺസ്ക്രീൻ ലോഷൻ തേക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായും ടാൻ വരും. അപ്പം അത് നമുക്ക് പതുക്കെ റിമൂവ് ചെയ്യാം. അതിന് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതാണ് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യണ പാക്ക്. അപ്പം ഇത് വന്നിട്ട് തൈര്, നമ്മളുടെ ഒരുപാട് പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കട്ട തൈര് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം നമ്മളിപ്പോൾ ഞാനിപ്പം കയ്യിലും മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യണ കാരണം കൊണ്ട് ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ച് എടുക്കാം. ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇച്ചിരി അധികം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനനുസരിച്ച് പേസ്റ്റിൻ്റെ തിക്നെസ് എത്ര വേണോ അതിനനുസരിച്ച് കടലമാവ് എടുക്കാം. അതൊരു അതിൻ്റെ ഒപ്പം തന്നെ 3 സ്പൂണൊക്കെ എടുക്കാവുന്നതാണ്. 3 ടീസ്പൂണൊക്കെ എടുക്കാം. വലിയ നല്ലോണം കുമിച്ചെടുക്കാം. അപ്പം അങ്ങനെ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്തിരുന്നത് ഇങ്ങനെ ഹണി, പറഞ്ഞ പോലെ ഹണി ചേർത്തിട്ടുണ്ട്. ഹണി 1 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ചെറുനാരങ്ങേൻ്റെ നീര് ഒരു 3-4 ഡ്രോപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറുനാരങ്ങയൊക്കെ എല്ലാവർക്കും സ്യൂട്ടബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആവാൻ ചാൻസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം ചെറുനാരങ്ങയുടെ നീര് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തേക്ക്. തൈരിലും ഇതേ പറഞ്ഞ പോലെ ഇതേ കണ്ടന്റ് തന്നെ ഉള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല. ചെറുനാരങ്ങ നീര് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അപ്പം അത് കാരണം കൊണ്ടാണ് നമ്മൾ ചെറുനാരങ്ങയുടെ നീര് ഒരു 3-4 ടീസ്പൂൺ 3-4 ഡ്രോപ്സ് ഉപയോഗിച്ചത്. അപ്പം ഞാനത് ചേർത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ചെറുനാരങ്ങയുടെ നീരിന് പ്രശ്നമില്ല. എനിക്ക് തക്കാളി നീര് പറ്റില്ല കേട്ടോ. തക്കാളി നീര് പറ്റുന്നവർ വേണമെങ്കിൽ തക്കാളി നീര് ഇതിലേക്ക് ആഡ് ചെയ്ത് അതൊന്നും കുഴപ്പമില്ല. അപ്പം അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത് ആക്ച്വലി ഏകദേശം ഒരു വൈറ്റിഷ് കളറിൽ വരുന്ന സാധനമാണ്. അത് നമുക്ക് സാധാരണ കടകളിൽ പോയിട്ട് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അവർ മഞ്ഞ കളറുള്ള പൊടിയാണ് എടുത്തു തരുന്നത്. അപ്പം അത് മാത്രമേ നിങ്ങൾ നോക്കി മേടിക്കുക. ചിലർക്ക് ആ മഞ്ഞൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറുത്തു പോകും. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, അതായത് മഞ്ഞ കളറിലുള്ള മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ കളർ കുറയാണ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മഞ്ഞളും എണ്ണയൊക്കെ ഇട്ടിട്ട് കുളിക്കുമല്ലോ, ഞാൻ കളറ് വെക്കുകയല്ല ചെയ്തത്, ഞാൻ ഡള്ളാവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് എനിക്ക് മഞ്ഞൾ പിടിക്കില്ല. ചിലർ മഞ്ഞൾ തേച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത് പോകുമെന്ന് പറയില്ല. അത് ഭയങ്കര സത്യമാണ്, ശരിക്കും സത്യമാണ്. ഞാനത് അനുഭവിച്ചിട്ടുള്ള ആളാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആ സമയത്തൊന്നും അതൊന്നും മനസ്സിലാവില്ല. നമ്മൾ അത്രയ്ക്ക് പ്രായമല്ലേ അന്ന് നമ്മൾ അന്നൊന്നും ഇത്രയും യൂട്യൂബും ഇതൊന്നും കണ്ട് അറിവ് ശേഖരിക്കുന്ന പരിപാടിയൊന്നുമില്ല. മുതിർന്നവർ എന്ത് പറയുന്നു അത് നമ്മൾ അനുസരിക്കും, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഉപയോഗിച്ചിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മഞ്ഞ കളറുള്ള മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ചേരും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് ചേരില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തത് ഉപയോഗിക്കരുത്, കറുത്ത് പോകും. ഈ പാക്കിൻ്റെ കുറ്റല്ല അത്. മഞ്ഞൾ ചിലർക്ക് അലർജിയാണ്. മഞ്ഞൾ ചിലരെ മുഖത്ത് നിറച്ച് കുരു വരുത്തിക്കും. പറയുമ്പോൾ മഞ്ഞൾ തേച്ചാൽ നല്ലോണം വെളുക്കുന്നൊക്കെ പറയും. പക്ഷെ അല്ല, മഞ്ഞൾ എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല. എനിക്ക് പ്രത്യേകിച്ച് സ്യൂട്ടബിൾ അല്ല. പക്ഷെ എനിക്ക് ഈ കസൂരി മഞ്ഞൾ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇതിന് ലൈറ്റ് ഷെയ്ഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിന് നല്ല മഞ്ഞ കളറായിരിക്കും വരുന്നത്. ഇതൊരു ലൈറ്റ് ക്രീം ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചത് കടലപ്പൊടിയും, അതായത് കടലമാവും, പിന്നെ കസ്തൂരി മഞ്ഞൾ വൈറ്റ് കളറിലുള്ളതാണ്. അത് ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ആയുർവേദ ഷോപ്പുകളിൽ ചെന്നിട്ടുണ്ടെങ്കിലും ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ കിട്ടും. അത് വൈറ്റ് എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, മഞ്ഞ കളറല്ല, അത്ര നിങ്ങൾ ഓർത്തോ. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു 1 ടീസ്പൂണോ മറ്റോ ചേർത്തിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ചേർക്കില്ല, കാരണം എനിക്ക് മറ്റേ മഞ്ഞൾ അലർജി ഉള്ള കാരണമാണ്. ഇത് ഞാൻ ഒരുപാട് ചേർക്കില്ല. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ
ഡെയിലി അല്ല, ആദ്യത്തെ ദിവസം മാത്രം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം. ഒരല്പം ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ചേർക്കാം. ഞാൻ ഇന്ന് ചേർത്തിട്ടുണ്ട്, കാരണം ഇത് ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്യാമെന്ന് കൂടി വിചാരിച്ചിട്ട് ഇതിനകത്ത് ഞാൻ അരിപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ ദിവസവും ചേർക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഈ സ്ക്രബ് നമ്മൾ മുഖത്തോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുഖത്ത് ഇങ്ങനെ പോഴ്സ് അധികമാവും, പിന്നെ ഈ സ്ക്രാച്ചസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം. ഇതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം വേണം ഒക്കെ നല്ലപോലെ യൂസ് ചെയ്താൽ മാത്രമേ ചെറിയ മാറ്റമൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ല ആദ്യത്തെ യൂസിലൊന്നും വലിയ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, അരിപ്പൊടി ആദ്യത്തെ ദിവസം ചേർക്കാം, പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ചേർക്കാം. അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്ക്രബ് ചെയ്യണതാണ് നല്ലത്. അപ്പോഴാണ് ഡെഡ് സ്കിൻസ് റിമൂവ് ആവുക. ആഴ്ചയിൽ മാക്സിമം പോയ 2 ദിവസം, അല്ലാണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യുക. അതും അടുപ്പിച്ച് ചെയ്യരുത്. 4 ദിവസം 5 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇച്ചിരി അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് കട്ടിയായിട്ട് ഇടണമെന്ന് ചോദിച്ചാൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഒരുപാട് ലൂസായിട്ടും ഇടേണ്ട കാര്യമില്ല. ഇത് 20 മിനിറ്റ്സിൽ കൂടുതൽ വെക്കരുത്. പിന്നെ ഓവർ ഡ്രൈ ആവാനും നിൽക്കരുത്. അതിന് മുന്നേ കഴുകി കളയണം. പിന്നെ കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പാക്കായ കാരണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അത്രയും ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം വേണമെങ്കിൽ. ഇനി അത് മുഴുവനായിട്ട് പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കടലമാവ് യൂസ് ചെയ്യാം. സോപ്പ് ഒരിക്കലും, ഫേസ് വാഷ് ഒരിക്കലും യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. എനിക്കിത് എഫക്റ്റീവാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഇതിലത്തെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഉപയോഗിക്കരുത്. മോര് ഇതിന് ഉപയോഗിക്കരുത് കേട്ടോ. കട്ട തൈര്, പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ വളരെ ഓയിലി സ്കിൻ ആൾക്കാർക്കും ഇത് ചിലപ്പം എന്താ പറയുക, കുരുക്കൾ വരുന്നുണ്ടാവും. ആദ്യത്തെ യൂസിൽ നിങ്ങൾക്ക് കുരുക്കൾ വരുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിത് ഉപയോഗിക്കാൻ നിൽക്കരുത്. ഇനി ഡ്രൈ സ്കിൻകാരാണെങ്കിൽ ധൈര്യമായിട്ട് ഇത് ഉപയോഗിച്ച് ഒരു പ്രശ്നം വരില്ല. പിന്നെ പാല് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ തൈരിന് പകരം പാൽ ഉപയോഗിച്ചിട്ടും സെയിം പാക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പക്ഷേ തൈരാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനി അപ്ലൈ ചെയ്തിട്ട് വരാം. ഞാൻ അപ്ലൈ ചെയ്തിട്ട് കാണിക്കില്ല, എനിക്ക് ചമ്മലാണ്. എന്നാലും കാണിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 20 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ പോയി കുളിക്കാം കേട്ടോ. പച്ചവെള്ളത്തിൽ കുളിക്കാം. ഇത്തവണ ഈ ക്രിസ്മസ് തൊട്ട് എത്ര കേക്ക് തിന്നു കൂട്ടിയെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. എല്ലാ വർഷവും ഇത് പതിവുള്ളതാണ്. എന്നാലും എന്താ പറയുക, എനിക്ക് ഈ ഒരു പ്ലം കേക്ക് കാണുമ്പോഴല്ലോ ഭയങ്കര ഒരു ചിരി വരും കേട്ടോ മനസ്സിൽ. എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം കൊണ്ട് വരുന്ന ചിരിയാണ്. അതുകൊണ്ട് തന്നെ ശരത്തേട്ടൻ ഇടയ്ക്ക് തീരുമ്പോൾ പ്ലം കേക്ക് വാങ്ങിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ഇവിടെ ബാംഗ്ലൂർ എന്നൊക്കെ പറയുമ്പം ഞാൻ കണ്ടെടുത്തോളം നമുക്ക് ഈ ഒരു ഡിസംബർ ജനുവരി ഒക്കെ മാത്രമേ ഇതുപോലെ പ്ലം കേക്ക് കിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കേക്കും കിട്ടും. പ്ലം കേക്കിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു ഡിസംബർ ജനുവരി സമയം മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് പരമാവധി പ്ലം കേക്ക് നമ്മൾ തട്ടി വിടാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മറ്റ് കേക്കുകളെ കഴിഞ്ഞും ഇഷ്ടം പ്ലം കേക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുമുണ്ട്. എന്നാലും പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇന്ന് കുറേ ചിന്തിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത ദിവസമായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. എല്ലാ ദിവസവും ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾക്ക് അറിയാതെ ഓട്ടോമാറ്റിക്കലി വരാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ പറയാതെ ശരത്തേട്ടൻ കൊണ്ടുവന്നപ്പോൾ എനിക്കൊന്ന് സന്തോഷമായി. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ സന്തോഷിക്കും കേട്ടോ. അപ്പോൾ തനുക്കുട്ടിയാണ് ഇന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ആൾ. തനുക്കുട്ടി വളരെ വിശദമായിട്ടിരുന്ന് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പല ബേക്കറിയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും പല പ്ലം കേക്ക്സ് നമ്മൾ മേടിച്ച് നോക്കി ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഫേസ് ബേക്കിലത്തെ പ്ലം കേക്ക് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും എലൈറ്റായിരുന്നു ഈ പ്രാവശ്യം എന്നെ നിരാശപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇന്ന് വേറെ ചില പ്ലാനുകളുള്ള ദിവസമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ആ പ്ലാനിലേക്ക് കിടക്കാൻ പോകണം. പിക്കുവിന് ഇങ്ങനെ വീഡിയോൻ്റെ മുന്നിലൊക്കെ വരുന്നത് ഭയങ്കര ചമ്മലാണ് കേട്ടോ. വലിയ പുരുഷനായി കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ നിർബന്ധിക്കാറുമില്ല കേട്ടോ.
അപ്പോൾ നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ഇവിടെ മലയാളം സിനിമ വരുമ്പോൾ നല്ല പടമാണെന്നുള്ള റിവ്യൂ ഒക്കെ നോക്കിയിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് സിനിമയ്ക്ക് പോയി. ആട്ടം എന്ന് പറയുന്ന മൂവി കാണാനാണ് പോയത് കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. 2 ഷോ മറ്റോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് കാരണം കൊണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ സിനിമ ആസ്വദിച്ചു. തിരക്കേടില്ലാത്ത മൂവിയായിരുന്നു കേട്ടോ. നമുക്ക് കാണാനൊക്കെ ആയിട്ടുള്ളതുണ്ട്. സിനിമയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ ഡിന്നർ മേടിച്ചായിരുന്നു. 10:30 ആയിട്ടുണ്ടായിരുന്നു. ഇനി വന്നിട്ട് കുക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അരമണിക്കൂർ പോയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ ഇനി ഒരു നിമിഷം പോലും വൈകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ സന്തോഷം കിട്ടും, കുറേ സമയം കിട്ടും. നമ്മൾ എത്ര ജോലി ചെയ്താലും നമുക്കതൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഫീല് ഒരിക്കലും വരില്ല കേട്ടോ. അതിന് നമ്മളെ തന്നെ സ്നേഹിക്കണം, മറ്റുള്ളവരെയും സ്നേഹിക്കണം, പക്ഷേ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കട്ടെ. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.